നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം വേദവ്യാസനാൽ വിരചിതമായ ഭഗവത്ഗീതയിലെ 62-63 ശ്ലോകങ്ങൾ. ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്ഥേഷൂപജായതേ സംഗാത് സഞ്ജായതേ കാമഃ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. ഇനി പ്രസ്തുത ശ്ലോകങ്ങളുടെ 2 ശ്ലോകങ്ങളുടെയും പദച്ഛേദമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ധ്യായതഃ വിഷയാൻ പുംസഃ സംഗഃ തേഷു ഉപജായതേ സംഗാത് സഞ്ജായതേ കാമഃ കാമാത് ക്രോധഃ അഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ ബുദ്ധിനാശാത് പ്രണശ്യതി. ഈ 2 ശ്ലോകങ്ങളാണ് നാം പദച്ഛേദം ചെയ്ത് അന്വയിച്ച് സാരാംശം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ശ്രദ്ധിക്കുക. വിഷയാൻ ധ്യായതഃ പുംസഃ തേഷു സംഗഃ ഉപജായതേ സംഗാത് കാമഃ സഞ്ജായതേ കാമാത് ക്രോധഃ അഭിജായതേ സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ ബുദ്ധിനാശാത് പ്രണശ്യതി. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. വിഷയങ്ങളെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് ആ വിഷയങ്ങളോട് ആസക്തി, അഭിലാഷങ്ങൾ ഉണ്ടാകുന്നു, തൃഷ്ണ ഉണ്ടാകുന്നു, അത് ഉടലെടുക്കുന്നു എന്നർത്ഥം. ആ ആസക്തിയിലൂടെ കാമവും, കാമത്തിൽ നിന്ന് ക്രോധവും, ക്രോധത്തിൽ നിന്ന് ബുദ്ധിഭ്രമവും, ബുദ്ധിഭ്രമത്തിൽ നിന്ന് ഓർമ്മ നശിക്കുകയും ചെയ്യുന്നു. ഓർമ്മകൾ നശിക്കുന്നതിലൂടെ വിവേകശക്തി നശിക്കുകയും ആ വിവേകനാശം വിഷയാസക്തനായ ആ വ്യക്തിയുടെ സമ്പൂർണ്ണ നാശത്തിലേക്ക് പാത്രമാവുകയും ചെയ്യുന്നു. നമസ്തേ.